എല്ലാ വ്യൂവേഴ്സിനും നമ്മുടെ ടെക്കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരു ഡീസൽ ജനറേറ്ററിൻ്റെ. അതായത് ഡീസൽ ജനറേറ്ററും ഡീസൽ എഞ്ചിനും, പ്രത്യേകിച്ച് ഡീസൽ ജനറേറ്റർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമ്പനികളിൽ ഒരു കാഴ്ചവസ്തുവിനെ പോലെയാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആ ഡീസൽ ജനറേറ്റർ പിന്നീട് റൺ ചെയ്യുമ്പോൾ റണ്ണാവാതെ വരികയും അത് മൊത്തത്തിൽ ഒരു ഓവർഹോളിങ്, അതായത് മൊത്തത്തിൽ അഴിച്ചു പണിത് നന്നാക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയുക, അതിൻ്റെ ഓണേഴ്സ് തന്നെ ഒരു വരുത്തി വയ്ക്കുന്ന, മാക്സിമം അത് വരുത്തി വയ്ക്കുന്ന ഒരു വിനയ തന്നെയാണെന്ന് പറയാം. അവരുടെ ഒരു കെയറിങ് ഇതില്ലാത്ത, പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ചെയ്യാത്ത. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും പല ഇതിലും ഒരു ബാക്കപ്പ് പവർ എന്നോളം ഈ ഡീസൽ ജനറേറ്റർ പല കമ്പനികളുടെയും നമ്മൾ മേടിച്ച് വയ്ക്കും. പക്ഷെ അത് എന്താ പറയുന്നത്, അത് പ്രോപ്പറായിട്ട് അതെങ്ങനെ മെയിൻ്റനൻസ് ചെയ്യണമെന്നൊന്നും പലർക്കും അറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടേച്ചു വരാം. അപ്പോൾ ഈ ഡീസൽ ജനറേറ്ററിൻ്റെ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന മെയിൻ കമ്പോണൻറ്റുകൾ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കമ്പോണൻറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ ഓൾട്ടർനേറ്റർ, പിന്നെ അതിൻ്റെ അകത്തുള്ള ബാറ്ററി, സ്റ്റാർട്ടർ, പിന്നെ അതിൻ്റെ അകത്ത് ടർബോ ചാർജർ വരുന്ന, അതായത് സുള്ളി ചെയ്യുന്ന ടർബോ ചാർജറിൻ്റെ ആ യൂണിറ്റും, അതേപോലെ തന്നെ അതിൻ്റെ ഫ്യൂവൽ എന്താ പറയുന്നത്, ആ ഒരു എൻജിൻ ബേ, അതായത് നമ്മുടെ ഫ്യൂവലിൻ്റെ ആ ഒരു ലൈനുമാണ് സംഭവം വരുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതായത് അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കണ്ട 2-3 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റർ, സ്റ്റാർട്ടർ മോട്ടർ, അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ബാറ്ററി പാക്ക്, അതേപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മുടെ ടർബോ ചാർജറിൻ്റെ യൂണിറ്റും, ആ വട്ടത്തിലിരിക്കുന്ന ടർബോ ചാർജറിൻ്റെ യൂണിറ്റും, അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു എക്സോസ്റ്റിൻ്റെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. എക്സോസ്റ്റ് അല്ല, നമ്മുടെ എയറിനെ സപ്ലൈ ചെയ്യുന്ന ആ ഒരു ലിങ്കും കാര്യങ്ങളും, ആ ഒരു പോർഷൻസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് മെയിനായിട്ട്. അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പം നമ്മളൊരു ഡീസൽ ജനറേറ്റർ ഒരു കമ്പനിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലർക്കും ചിലപ്പോൾ അതുകൊണ്ടുള്ളൊരു യൂസ് ചിലപ്പോൾ വന്നെന്ന് വരത്തില്ല. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഡീസൽ ജനറേറ്റർ ശരിക്കും ഇത് ഉപയോഗിക്കണം. അതിനുള്ള മെയിൻ 2 കാര്യങ്ങളും, ആ 2 കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡീസൽ ജനറേറ്റർ കൊണ്ട് ഒരു യൂസും ഇല്ലാതെ വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡീസൽ ജനറേറ്ററിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് സെൽഫ് സ്റ്റാർട്ടിന് കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററി, ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് പ്ലേറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലാറ്റ് പ്ലേറ്റ് ബാറ്ററി ഒരിക്കലും നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ 100% ഒരിക്കലും ചാർജ് നിൽക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതും ആ രീതിയിലാണ്. നമുക്കൊരു എന്താ പറയുക, കണ്ടിന്യൂസ് ഡ്യൂട്ടി സൈക്കിളിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന, അതായത് ഫുള്ളി ഡിസ്ചാർജ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ബാറ്ററി അല്ല ഈ നമ്മുടെ ഇൻവെർട്ടർ പോലുള്ള ബാറ്ററി അല്ല ഈ ഫ്ലാറ്റ് പ്ലേറ്റ് ബാറ്ററി. ഒരു 80, 85, 60 മുതൽ 80 വരെയുള്ള % ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പെട്ടെന്നുള്ള എഞ്ചിൻ്റെ ക്രാങ്കിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെയുള്ള ബാറ്ററികൾ, നമ്മൾ ഓട്ടോമോട്ടീവ് സെഗ്മെൻറ്റിൽ വരുന്ന ഇങ്ങനത്തെ ബാറ്ററികൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ആകെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യുമ്പോൾ 35 മുതലോ 45, 65 ആംബിയർ ഉള്ള ഇതാണ്. അത് പെട്ടെന്ന് ഇത്ര സമയത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ ചാർജ് ആയിട്ട് അതിൻ്റെ അത് ഹോൾഡ് ചെയ്യും. കാരണം നമുക്കിത് കണ്ടിന്യൂസ് യൂസ് വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ അത് മതി, ഇനഫാണ്. പക്ഷേ അത് പോകെ, അതായത് നമുക്ക് പുതിയതായിട്ട് വയ്ക്കുന്ന ഒരു ബാറ്ററിക്ക് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് പ്ലേറ്റിൻ്റെ ലൈഫ് ഉപയോഗിച്ചില്ലെങ്കിലും കുറയാൻ തുടങ്ങും. ഓക്കെ, പ്ലേറ്റുകളുടെ ലൈഫ് ഒരു 1.5 വർഷം കഴിയുമ്പോഴത്തേനും കുറയും. അപ്പോൾ 1.5 വർഷത്തിന് ശേഷം നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അല്ല ഒട്ടും ഉപയോഗിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവലി ആ ബാറ്ററിയുടെ ലൈഫ് ഡെഡ് ആയിട്ടുണ്ടാവും. ഇടയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുക, നമ്മൾ ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ബാറ്ററിയുടെ ഒരു ഇത് നമ്മൾ ബാക്കി പോയി. അതേപോലെ തന്നെ ഇതും അങ്ങനെ ചെയ്തിരിക്കണം. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓടിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഡീസൽ എഞ്ചിൻ പോലെ തന്നെയാണ് നമ്മുടെ ഡീസൽ ജനറേറ്റർ. ഈ ഡീസൽ ജനറേറ്ററിൽ ഒഴിക്കുന്ന ലൂബ്രിക്കൻ്റ് ഓയിലിൽ നോർമലായിട്ട് തന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആസിഡ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ ഓർഗാനിക് ആസിഡ്സ് നോർമൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഫ്യൂവൽ കണ്ടാമിനേഷനുമായിട്ട് ഇത് ചെയ്യുമ്പോൾ, അതായത് ഫ്യൂലുമായിട്ട് ഇത് ചെയ്തിട്ട് ഫ്യൂവൽ കണ്ടാമിനൻറ്റിൻ്റെ പാർട്ടുകളായിട്ട് ഇത് ചെയ്യുമ്പോൾ, കമ്പൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് സൾഫർ നൈട്രജൻ്റെ പാർട്ടിക്കിൾസും കൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ട്രോങ് ആയിട്ടുള്ള അസിഡിക് നേച്ചർ കാണിച്ചു കൊടുക്കും. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേനും ഇത് ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ, ഡീസൽ ജനറേറ്ററും കാര്യങ്ങളും ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, കൂടുതലും ഡീസൽ ജനറേറ്റർ അഴിച്ചുപണിയിലാണ് വന്നിട്ടുണ്ടാകുന്നത്. അതിൻ്റെ സിലിണ്ടർ പെട്ടെന്ന് ഡാമേജ് ആയിട്ടുണ്ടാവും, ഫുൾ പവറിലോട്ട് എത്തത്തില്ല. പിന്നീട് നിങ്ങൾ ഓടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഫുൾ പവറിൽ എത്തത്തില്ല. നേരെ പറഞ്ഞാൽ ടർബോ ചാർജറും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ ഫുൾ പവറിലോട്ട് എത്തത്തില്ല. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഇതിൻ്റെ ആ ബിയറിംഗ് സൈഡിലെല്ലാം തന്നെ ഈ കണ്ടാമിനേറ്റ് പാർട്ടികൾ, അതായത് നമ്മുടെ ലൂബ്രിക്കൻ്റെ ഓയിലിൻ്റെ കണ്ടാമിനൻറ്റ് പാർട്ടികൾ പറ്റി പിടിക്കുകയും അത് സിലിണ്ടറിൻ്റെ പവറിനെ ബാധിക്കുകയും ചെയ്യും.
അങ്ങനെ ഇത് കംപ്ലീറ്റ്ലി ഓവർഹോളിംഗ് എന്നുള്ളൊരു പ്രോസസ്സിലോട്ട് ആയിപ്പോവും. അത് ഈ അസിഡിക് നേച്ചർ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് വരുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇപ്പോൾ ഒരു 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 കാപ്പിപ്പൊടി കളറുള്ള സാധനം കണ്ടല്ലോ, അത് ശരിക്കും ഒരു തുരുമ്പെന്ന് പറയാൻ പറ്റില്ല. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരിക്കലും പീക്ക് പവറിലോട്ട് പിന്നീട് എത്തത്തില്ല അങ്ങനെയുള്ള കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം നമ്മുടെ കസ്റ്റമറിനോട് ചോദിച്ചിരുന്നു. നമ്മൾ വേറൊരു വർക്കിന് പോയപ്പോഴത്തേനും ഒരു സൈറ്റിൽ കണ്ടൊരു സംഭവമായിരുന്നു. അപ്പം കസ്റ്റമറോട് ചോദിച്ചപ്പോഴത്തേനും ഈ സംഭവം 2-3 പ്രാവശ്യം വന്ന് അഴിച്ചു പണിത് ഇത് ചെയ്താൽ ഇതുവരെ ശരിയായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ റെഡിഷ് കളറിൽ ഇരിക്കുന്ന സാധനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അകത്ത് ഫ്യൂലും എയറും അതായത് മിസ്ഫയറിങ്, എഞ്ചിൻ്റെ മിസ്ഫയറിങ് നമ്മൾ പറയില്ല, ആ മിസ്ഫയറിങ് വന്നതാണ്. പിന്നീട് ഇങ്ങനെ വരുന്നൊരു സാധനം ഉപയോഗിക്കാതിരുന്നിട്ട് ഉപയോഗിക്കുമ്പോഴത്തേനും വരുന്നത് പിന്നീട് ഒരിക്കലും നമ്മൾക്ക് ഈ ഫ്യൂലും എയറും പ്രോപ്പറായിട്ട് കമ്പൈൻ ചെയ്യാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫ്യൂവൽ ഇതിൻ്റെ അത് നിങ്ങൾ കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതായത് വണ്ടികളുടെ കാറ്റലിറ്റിക് കൺവേർട്ടർ റെഡിഷ് കളറാവും. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ഇത് കാണിച്ചു തരാം. എൻ്റെ ബൈക്കിന് ഇപ്പം ചെറിയ പ്രശ്നങ്ങൾ മിസ്ഫയറിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സോസ്റ്റ് ലൈനിൽ ഈ റെഡിഷ് കളർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വണ്ടികളിലും ശ്രദ്ധിക്കുക, ആ ഒരു എക്സോസ്റ്റ് പൈപ്പിൽ അത് തുരുമ്പല്ല, ആക്ച്വലി അത് റെഡിഷ് കളർ വരുന്നു പറഞ്ഞാൽ അതൊരു ഓക്സിഡേഷൻ നടക്കുന്നതാണ് ശരിക്കും പറഞ്ഞത്. അതായത് നമ്മുടെ ഈ ഫ്യൂവലിൻ്റെയും അതേപോലെ തന്നെ എയറിൻ്റെയും ഒന്നും കമ്പൽഷൻ കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ എക്സോസ്റ്റ് ലൈനിൽ ഫ്യൂവലിൻ്റെ കണ്ടൻറ്റുകൾ കാര്യങ്ങൾ വരികയും അത് അൺബേൺ ആയിട്ട് കിടക്കുന്ന ആ ഒരു ഇത് കിടക്കുന്നതുകൊണ്ട് പിന്നെ അതിലൂടെ എക്സോസ്റ്റ് വരുമ്പോഴാണ് ആ ഒരു റെഡിഷ് കളറ് അതായി മാറുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഒരു കളറ് റെഡിഷ് കളറിലോട്ട് വരും. അതല്ലാതെ അത് തുരുമ്പിൻ്റെ ഒരു, അതായത് ദ്രവിക്കുന്ന ആ തുരുമ്പിൻ്റെ ഒരു സംഭവം അല്ല, അത് ഓക്സിഡേഷനാണ്. അവിടെ നമ്മൾ ഈ ഇങ്ങനെയുള്ള ജനറേറ്ററുകൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ റെഡിഷ് കളറിൽ നിങ്ങൾ എന്താ പറയുന്നത് വീർത്ത് പഴുത്ത്, അതായത് പഴുക്കുന്ന ഒരു അവസ്ഥ വന്നു ചേരും. അങ്ങനെ ഒരു പഴുക്കുമ്പോഴാണ്, അതായത് കംപ്രഷൻ നടന്ന് എന്താ പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് വരുന്ന ആ ഒരു ഷേപ്പിൻ്റെ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ അവിടെ വരുന്നൊരു ഫിസിക്കൽ മാറ്റമാണ് ആ ഒരു റെഡിഷ് കളർ പോലെ അവിടെ, അല്ലെങ്കിൽ ആ ബ്രൗണിഷ് കളർ പോലെ അങ്ങനെ ഒരു കാണുന്ന സംഗതികൾ. സോ നമ്മളിന്ന് നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ബാറ്ററി ശ്രദ്ധിക്കേണ്ട കാര്യം, ബാറ്ററി ചാർജിങ് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ബെയറിങ്ങിന് വരുന്ന തകരാറുകൾ, എഞ്ചിൻ ഫുൾ ഓവർഹോളിംഗ് ചെയ്യുന്നതിൻ്റെ വരുന്ന ബുദ്ധിമുട്ടുകൾ, എയർ ഫ്യൂൽ ലൈൻ കമ്പൽഷൻ കറക്റ്റായിട്ട് വരാതിരിക്കുമ്പോഴത്തേനും വരുന്ന റെഡിഷ് കളറിൽ വരുന്ന ആ ഒരു എക്സോസ്റ്റ് ലൈനിൽ വരുന്ന ആ ഒരു സംഭവങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത്. അതായത് ഡീസൽ ജനറേറ്റർ സംബന്ധിച്ചോളം നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ. എല്ലാവരും എന്നെ വന്ന് ഓടിച്ച് നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തോളൂ. അതിൻ്റെ ടെമ്പറേച്ചർ, ഓയിൽ ടെമ്പറേച്ചർ, ലൂബ്രിക്കേറ്റിംഗ് ടെമ്പറേച്ചർ, അതേപോലെ തന്നെ ഓവറോൾ ടെമ്പറേച്ചർ കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ അത് പ്രോപ്പറായിട്ട് അതിൻ്റെ അകത്തെ അതിൻ്റെ ഓയിലും കാര്യങ്ങളും ലൂബ്രിക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, ബൈക്ക് കംപ്രഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ടെമ്പറേച്ചർ വല്ലാണ്ട് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ വൈബ്രേഷൻ, നോയ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇടയ്ക്ക് ഓടിച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ്. പക്ഷേ മിക്കപ്പോഴും അത് കേടായി പോകുന്നതിൻ്റെ കാര്യം നമ്മുടെ തന്നെ ശ്രദ്ധക്കുറവുകളും കാര്യങ്ങളും കൊണ്ടാണ്. സോ ഇങ്ങനെയുള്ളൊരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. സോ ഉപകാരപ്പെട്ടെന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്യുക. താങ്ക് യു. സൈനിങ് ഓഫ്.